നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ കൈരളി TV USA വീക്ക്ലി ന്യൂസിൽ കേരളത്തിലെ പ്രശസ്ത പഞ്ചവാദ്യ വിദഗ്ധൻ ശ്രീ പല്ലാവൂർ ശ്രീധരൻ നായരുമായി ശ്രീമതി രമാപിള്ള നടത്തിയ അഭിമുഖം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്തനും പ്രഗത്ഭനും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പരിചയസമ്പന്നനുമായ ഒരു കലാപ്രതിഭയാണ്. അത് മറ്റാരുമില്ല, നമ്മളുടെ പല്ലാവൂർ ശ്രീധരൻ മാരാരെയാണ് പരിചയപ്പെടുത്തുന്നത്. നമസ്തേ. അങ്ങയുടെ കലാജീവിതത്തെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ ഹൂസ്റ്റൺ ഗുരുവായൂരപ്പൻ അമ്പലത്തിലേക്ക് 2015 ഇവിടെ ആദ്യമായിട്ട് പ്രതിഷ്ഠ കലശം പരിപാടിക്ക് എന്നെ ഇവിടേക്ക് വിളിച്ച് ഭാരവാഹികളോടും അമാരി വിദേശ മലയാളികളോടും വളരെയധികം കടപ്പാടും ബഹുമാനവും, പിന്നെ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നത് ആരാണെങ്കിലും കൂടുതൽ ഞങ്ങളെമാരുള്ള കലാകാരന്മാരും. കാരണം ഇത്രയും ഇങ്ങനൊരു സ്ഥലത്ത് ഞങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉള്ള അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും വളരെ സന്തോഷം. ഇതിനു മുൻപ് അമേരിക്കയിൽ വന്നിട്ടുണ്ടോ, അതോ ഇതാദ്യമായിട്ടാണോ വരുന്നത്? കഴിഞ്ഞ വർഷം ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, അതിന് വന്നിരുന്നു. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണോ വരുന്നത്, അതോ എങ്ങനെയാണ്? വളരെ ആൾക്കാരെല്ലാം കൂടെയാണോ വരുന്നത്? ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ്, ഒരു 7 പേരായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ തന്നെ ഇവിടെ വന്ന് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തുള്ള ഇവിടെ കുറെ കലാകാരന്മാരെ രൂപപ്പെടുത്തിയിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനു മുന്നേ കഴിഞ്ഞ തവണ ഇവിടെ വന്നെന്ന്. കഴിഞ്ഞ തവണ വന്നതും ഇത്തവണയും വന്നതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരുപാട് പരിപാടികൾ, അതിൻ്റെ വർക്കുകൾ, പിന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന 6-7 പേരാണ് ഞങ്ങൾ വന്നിരുന്നത്. ഈ വർഷം ഞങ്ങൾ 2-3 ആൾക്കാരെ നാട്ടിൽ നിന്ന് വന്നുള്ളൂ. കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വന്ന് കുറച്ച് ആൾക്കാരെ, ഇവിടെ കലാകാരന്മാരെ കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർ വളരെയധികം നന്നായിട്ട് ചെണ്ടയും അതൊക്കെ എലത്താളം അവരൊക്കെ വളരെയധികം നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സഹകരണം ഉണ്ടായി. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കലാകുടുംബമാണ് പല്ലാവൂർ എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പേര് കേട്ടപ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വന്നത് പല്ലാവൂർ ദേവനാരായണൻ എന്നുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു സിനിമയെ കുറിച്ചാണ്. അത് ആരെ? വളരെയധികം സന്തോഷമുള്ളത് പല്ലാവൂർ അച്ഛൻ്റെ ചേട്ടനാണ് പല്ലാവൂർ അപ്പുമാരാർ. അവർ 3 ബ്രദേഴ്സാണ്. പല്ലാവൂർ അപ്പുമാരാർ, പല്ലാവൂർ മണിയന്മാരാർ, പല്ലാവൂർ കുഞ്ഞോട്ടമാരാർ. പല്ലാവൂർ മണിയന്മാരാരുടെ മകനാണ് ഞാൻ. വല്യച്ഛനാണ് അപ്പുമാരാർ. അദ്ദേഹം ആണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. 9 വയസ്സിൽ അരങ്ങേറ്റം ചെണ്ടാർ തായമ്പക. ചെറിയച്ഛനാണ് കുഞ്ഞോട്ടമാരാർ. അദ്ദേഹമാണ് പഞ്ചവാദ്യത്തിന് എന്നെ അരങ്ങേറ്റം നടത്തി തന്നിട്ടുള്ളത്. അച്ഛനാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട്. ഞാനും എൻ്റെ അനിയൻ ശ്രീകുമാർ, ഞങ്ങൾ ബ്രദേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എന്താണെന്ന് വെച്ചാൽ പല്ലാവൂർ കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയ ഒരു കലാകാരനായിട്ട്. അത് കാരണം അമേരിക്കയിലും ഇതേമാതിരിയുള്ള നമ്മളുടെ കലാകാരന്മാരെയും വളരെയധികം ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. പിന്നെ പല്ലാവൂർ ദേവനാരായണൻ എന്നുള്ള സിനിമ ഈ പല്ലാവൂർ ഇവരെ കുറിച്ചിട്ടുള്ള കുറേ ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഒരു കഥ ഉണ്ടാക്കിയുള്ളത്. അങ്ങനെയാണ് പല്ലാവൂർ ദേവനാരായണൻ. പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയതാണല്ലോ ഈ കല മുഴുവനും. അതിനി അടുത്ത തലമുറയിൽ ആർക്കെങ്കിലും പകർന്നു കൊടുക്കുന്നുണ്ടോ? എത്ര മക്കളുണ്ട്? ഇനിയും ആരെയാണ് നിങ്ങളിത് പ്രോത്സാഹിപ്പിക്കുന്ന അടുത്ത തലമുറയിലുള്ളത്? അച്ഛൻ വല്യച്ഛൻ അപ്പുമാരാർ. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് പട്രാത്ത് ശങ്കരമാരാർ. പിന്നെ വല്യച്ഛനാണ് അപ്പുമാരാർ. അദ്ദേഹം ഇവരൊക്കെ ഇടയ്ക്കൽ തന്നെ സംഗീതം പാട്ടുകളൊക്കെ വായിക്കാം. പിന്നെ എൻ്റെ അനിയൻ ശ്രീകുമാർ ഇപ്പോഴത്തെ തലമുറയിൽ. പിന്നെ അനിയൻ്റെ മോൻ ആദി ശങ്കരൻ, എൻ്റെ മോള് തായമ്പകുട്ടുണ്ട്. പിന്നെ അപ്പുമാരാളുടെ മോൻ കുനിശ്ശേരി ചന്ദ്രൻ, അദ്ദേഹം മദ്ദളമാണ്. അദ്ദേഹത്തിൻ്റെ
മക്കൾ തായമ്പക മദ്ദളം ചെറിയച്ചനായ കുഞ്ഞൂട്ടന്മാരുടെ മോൻ സന്തോഷ്, അദ്ദേഹത്തിന് ഒരു മോളുണ്ട്. അവരൊക്കെ ഇവർ തായമ്പകയൊക്കെ വരുന്ന തലമുറയിലേക്കും അവർക്കൊക്കെ അതിന് താല്പര്യവും ഈ രംഗത്തേക്ക് വളരെയധികം ഉത്സാഹമുണ്ട്. ഇത്രയും നേരം കൈരളി ടിവിക്കും ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിനും വേണ്ടി ചെലവഴിച്ച സമയത്തിന് നന്ദി. ബഹുമാനപ്പെട്ട കൈരളി ടിവിയോടും അതിലെ പ്രേക്ഷകരോടും വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. ഈ ഒരു കലാപരമായിട്ട് ഞങ്ങൾ ഹൂസ്റ്റൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് വന്നു. ഇവിടെ കുറേ കലാകാരന്മാരെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റി. ഇതുപോലെ പല സ്ഥലത്തും ഖത്തർ, ദോഹ, ബഹ്റിൻ, പല വിദേശ രാജ്യങ്ങളിലും ഞങ്ങൾ പോയി കുറേ കലാകാരന്മാരെ, കുറേ ആസ്വാദകരെ അവിടെ ഉണ്ട്. അവരുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ അവിടെയൊക്കെ പോയി ഈ കല അന്യം നിന്ന് പോവാതെ കണ്ടിരിക്കാൻ അതിനു വേണ്ടിയിട്ട് വളരെയധികം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയധികം എല്ലാവരും പഠിപ്പിക്കുകയും ഇനിയും ഞങ്ങൾ ഈ ഒരു കലയ്ക്ക് വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും പഠിപ്പിക്കാനും ഞങ്ങൾക്കും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം നന്ദി, നമസ്കാരം. ഓഗസ്റ്റ് 12, 13, 14 തീയതികളിൽ ഹ്യൂസ്റ്റണിൽ വെച്ച് നടക്കുന്ന NSS നാഷണൽ കോൺഫറൻസിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് പ്രസിഡന്റ് GK പിള്ള കൈരളി TV USA വിശദീകരിക്കുകയുണ്ടായി. പ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ, NSS ഓഫ് നോർത്ത് അമേരിക്കയുടെ 4ാമത് കൺവെൻഷൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ നഗരത്തിൽ വെച്ച് ആഗസ്റ്റ് 12, 13, 14 എന്ന ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ്. ഏതാണ്ട് 20,000 അംഗസംഖ്യയുള്ള ഒരു ഓർഗനൈസേഷനാണിത്. സൗത്ത് അമേരിക്കയിലെ കാനഡ, മെക്സിക്കോ, USA എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മിക്കവാറും എല്ലാ പ്രതിനിധികളും അവിടെ സംഘടിക്കുന്നതാണ്. മലയാളികൾക്ക്, നായർ കുടുംബങ്ങൾക്ക് ഒത്തുചേരാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ കൺവെൻഷൻ കഴിഞ്ഞാലും പരസ്പരം സഹായിക്കുന്നതിന് നാട്ടിലായിട്ടായാലും അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡ ആയാലും ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സാമ്പത്തികമായിട്ടായിട്ടും അല്ലാതെ തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനു വേണ്ട അറിവും സഹായവും ചെയ്തു കൊടുക്കുന്നതിന് ഈ സംഘടന മുൻകൈ എടുക്കുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി NSS ഓഫ് നോർത്ത് അമേരിക്കയുടെ ഹ്യൂസ്റ്റൺ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊരു നല്ല ഉത്സവമായിരിക്കും. കഥകളി, മാജിക് ഷോ, ഓട്ടംതുള്ളൽ തുടങ്ങിയ നാടൻ കലകളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം ഹ്യൂസ്റ്റണിലേക്ക് NSS ഓഫ് നോർത്ത് അമേരിക്കയുടെ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും ഹ്യൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് നേടിയ ശ്രീമതി പൊന്നുപിള്ള ഫൊക്കാന നാഷണൽ കൺവെൻഷനിൽ വെച്ച് തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൈരളി TV USA സംസാരിക്കുകയുണ്ടായി. ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് പൊന്നുപിള്ളയാണ്. ഹൂസ്റ്റൺ ഒരു പഴയകാല അമേരിക്കൻ മലയാളി ആണ്, ഒരു നേഴ്സാണ്. അമേരിക്കയിൽ ആദ്യകാലത്ത് എത്തിയിട്ടുള്ള മലയാളികളിൽ ഈ മലയാളി സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പൊന്നുപിള്ള. പൊന്നുപിള്ളയ്ക്ക് സ്വാഗതം. ചോദിക്കട്ടെ, പൊന്നുപിള്ള എത്ര വർഷമായി അമേരിക്കയിൽ എത്തിയിട്ട്? അമേരിക്കയിൽ വന്നിട്ട് 43 വർഷം കഴിഞ്ഞു. എന്താ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു. എന്തൊക്കെയാണ് പൊന്നുപിള്ളയുടെ പ്രവർത്തനങ്ങൾ? നേഴ്സായിട്ട് ജോലി ചെയ്തു 43 വർഷക്കാലം. ഇപ്പോൾ റിട്ടയർമെൻ്റ് എടുത്തു. എന്നിട്ട് അതോടൊപ്പം തന്നെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. 1980 മുതൽക്കാണ് കമ്മ്യൂണിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നത്തെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അന്ന് കേരള ഹിന്ദു സൊസൈറ്റി ആയിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ അവിടുത്തെ കമ്മിറ്റി മെമ്പറായിരുന്നു, പിന്നെ ട്രസ്റ്റി ബോർഡ് മെമ്പറായിരുന്നു. പല ഫണ്ട് റൈസിങ് പ്രോഗ്രാമുകളും അന്ന് നടത്തിയിട്ടുണ്ട്.
പിന്നീട് ഇൻഡോ അമേരിക്കൻ നഴ്സസ് അസോസിയേഷനിൽ വൈസ് പ്രസിഡന്റ് ട്രഷററായിട്ടൊക്കെ പ്രവർത്തിച്ചു. ഫണ്ട് കളക്ഷനൊക്കെ ചെയ്ത് നാട്ടിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിന്ദു ഓർഗനൈസേഷൻ ഓഫ് മലയാളീസ് എന്ന് പറഞ്ഞ് ഒന്നിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. അക്കാലത്തും പല ഫണ്ട് റൈസിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം കമ്മ്യൂണിറ്റി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ അവാർഡുകളാണ് ഏറ്റവും അവസാനമായി കിട്ടിയ അവാർഡ്? അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളത് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് ഓണററി ഡോക്ടേഴ്സ് അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അത് മെയ് 14 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൂസ്റ്റണിലെ മലയാളികളെല്ലാവരും കൂടി എനിക്കൊരു റിസപ്ഷൻ തന്നു. അത് പലരും പൊന്നാട ചാർത്തിയും ബൊക്കെ തന്നും പല പാരിതോഷികങ്ങളും തന്ന് ആദരിച്ചു. ഒരു മലയാളി സ്ത്രീക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് ഹൂസ്റ്റണിലെ ജനസമൂഹം എനിക്ക് തന്നിട്ടുള്ളത്. പുതിയതായി ഇവിടെ എത്തിയിട്ടുള്ള മലയാളി സ്ത്രീകൾ, അവരോട് പുതിയ കുട്ടികൾ, അവരോടൊക്കെ എന്താണ് പൊന്നുപിള്ളയെ പറയാനുള്ളത്? അവരോടൊക്കെ പറയാനുള്ളത് നമ്മളുടെ സംസ്കാരം, മലയാളി സംസ്കാരം അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, അമേരിക്ക എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ അതൊന്നും മറക്കാതെ കണ്ട് നമ്മൾ പല സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ ചുറ്റിനുമുള്ളവരെ മറക്കാതെ കണ്ട് നമ്മൾ ഫണ്ട് റൈസിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇവിടെയുള്ള മലയാളികൾക്കും അതുപോലെ നാട്ടിലുള്ളവർക്കും സഹായങ്ങൾ എത്തിക്കുകയും അവരോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം. എവിടെ പോയാലും നമ്മുടെ മലയാള സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പൊന്നു. താങ്ക് യു. ഇങ്ങനെ എനിക്കൊരവസരം തന്നതിന് കൈരളിയിലെ പ്രവർത്തകരോടും ഇന്ന് കണ്ട എല്ലാ സഹോദരന്മാരോടും എല്ലാവർക്കും വേൾഡ് എമ്പാടുമുള്ള എല്ലാ കൈരളി വാച്ച് ചെയ്യുന്നവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.